തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുൻപൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ കസേരകൾ, ഇരിപ്പിടങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഒപ്പം കുടിവെള്ളം വന്നിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ. അതൊക്കെ ഒരാളുടെ നിയമ പോരാട്ടത്തിന്റെ ഫലമായി വന്നതാണ്. കോട്ടയം ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന NM തോഹയുടെ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇത്തവണ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ഇരിപ്പിടങ്ങളും കുടിവെള്ളവും ഒക്കെ ഒരുങ്ങിയത്. എങ്ങനെയായിരുന്നു ഈ നിയമ പോരാട്ടം നടത്തിയത്? പോരാട്ടത്തിന് പോയത് യഥാർത്ഥത്തിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മാതിരി 2 ബൂത്തുകൾ അലൗ ചെയ്യണം എന്നുള്ള എന്റെ ഒരു റിക്വസ്റ്റ് കോടതിയുടെ മുമ്പിൽ വരികയും ഒരു 8-10 സിറ്റിംഗിന് ശേഷം ജസ്റ്റിസ് കിഷൻ സാറിന്റെ ജഡ്ജ്മെന്റിൽ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവും, അതുകൊണ്ട് 2 ബൂത്തുകൾ അലൗ ചെയ്യേണ്ടതാണെന്നും, എന്നാൽ ഇപ്രാവശ്യം അത് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അടുത്ത പ്രാവശ്യം തൊട്ട് ഇനിയുള്ള ഇലക്ഷനുകളിൽ ഇതെല്ലാം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജഡ്ജി തന്നെ അത് ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ഒരു ഓർഡർ പാസാക്കി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോളിംഗ് ബൂത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ കുടിവെള്ളം കൊടുക്കണം. അവർ ക്യൂവിൽ നിർത്തി തന്നെ കസേരകൾ നിരത്തി സിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടാക്കണം. ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പ് നോക്കി വീടുകളിൽ നിന്ന് ക്യൂവിന്റെ നീളം നോക്കി വന്ന് അത് പ്രായോഗികമായി ക്യൂവിൽ ഇരിക്കാതെ തന്നെ വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്നീ 3 കാര്യങ്ങൾ കൂടി അഡീഷണലായിട്ട് ജഡ്ജ്മെന്റിനകത്ത് ഉൾപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വെള്ളൂർ പഞ്ചായത്തിന്റെ 12-ാം നമ്പർ ബൂത്തിൽ ഇപ്രാവശ്യം കുടിവെള്ളവും കസേരയും നൽകിയെങ്കിലും ആപ്പ് നൽകിയിട്ടില്ല. പല ബൂത്തുകളിലും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഥലത്ത് കസേരയുണ്ടായിരുന്നു, വെള്ളം വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കിത് കിട്ടി. അതുകൊണ്ട് വോട്ടർമാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുകയും അത് സംസ്ഥാനം മൊത്തം ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അടുത്ത തവണ ആകുമ്പോഴേക്കും ഈ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ ജഡ്ജ്മെന്റിൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഓരോ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർമാരുടെ എണ്ണം കൂടുതലായി വരുന്നത് കൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മാതിരി ബൂത്തുകളുടെ ഓരോ പോളിംഗ് സ്റ്റേഷനും 2 ബൂത്തുകൾ എങ്കിലും അനുവദിക്കണമെന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അതാണ് ബൂത്തുകളുടെ എണ്ണം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വർഷം നടപ്പിലാവുകയാണെങ്കിൽ വോട്ടർമാർക്ക് സുഗമമായി വോട്ട് രേഖപ്പെടുത്താം എന്നതാണ് NM തോഹ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാടത്തോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.